നമസ്കാരം. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പുറത്തു വന്നു കഴിഞ്ഞു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു. അതായത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു മഹാരാഷ്ട്രയിലേത്. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാണ്. കാരണം മഹായുതി സഖ്യവും മഹാവികാസ് അഘാഡി സഖ്യവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഇതൊരു ഏകപക്ഷീയമായ വിജയമാണ് ഇപ്പോൾ BJP നേതൃത്വം നൽകുന്ന മുന്നണി നേടിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതായത് 288 അംഗ നിയമസഭയിൽ 225 സീറ്റുകളിലേക്കും ലീഡ് ചെയ്യുന്നത്, ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ലീഡ് ചെയ്യുന്നത് BJP സഖ്യമാണ്. അതായത് ഭരണ കക്ഷിയാണ്. 124 സീറ്റുകൾ BJPക്ക് മാത്രം ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. അതായത് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 56 സീറ്റുകളിൽ ലീഡുണ്ട്. NCP അജിത് പവാർ വിഭാഗത്തിന് 39 സീറ്റുകളിൽ ലീഡുണ്ട്. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് മുമ്പ് 6 പ്രധാനപ്പെട്ട കക്ഷികളെ കേന്ദ്രീകരിച്ചായിരുന്നു. അതിലൊന്ന് BJP ആണ്. രണ്ടാമത് ശിവസേനയുടെ 2 വിഭാഗങ്ങളാണ്. ഒന്ന് ശിവസേന ഷിൻഡെ വിഭാഗവും ശിവസേന ഉദ്ധവ് വിഭാഗവും. ശിവസേന ഷിൻഡെ വിഭാഗം ഭരണകക്ഷിയിലും ഉദ്ധവ് താക്കറെ വിഭാഗം പ്രതിപക്ഷത്തുമാണ്. അതുപോലെ തന്നെ NCPയും രണ്ടായി പിളർന്നു. NCP അജിത് പവാർ പക്ഷം, NCP ശരത് പവാർ പക്ഷം, പിന്നെ കോൺഗ്രസ് എന്നിങ്ങനെ 6 കക്ഷികളാണ് നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയത്. 2 ചേരികളായി തിരിഞ്ഞുകൊണ്ടാണ്, 2 മുന്നണികളായി തിരിഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വലിയ സങ്കീർണമായ കാലാവസ്ഥ തെരഞ്ഞെടുപ്പിന് മുന്നേ മഹാരാഷ്ട്ര നിയമസഭയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ BJPക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഏറ്റത്. അവർ ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവിടെ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആകെയുള്ള 48 സീറ്റുകളിൽ 30-ലധികം സീറ്റുകളും BJP പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ 9 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചാണ് എങ്കിൽ നിയമസഭാ സീറ്റുകളിൽ വലിയ പരാജയം BJP അല്ലെങ്കിൽ BJP മുന്നണി മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചില തിരുത്തലുകൾ മഹാരാഷ്ട്രയിൽ വരുത്തി. മാത്രമല്ല, BJPയുടെ ഏക പ്രതീക്ഷയായിരുന്നത് 1% താഴെ മാത്രമായിരുന്നു ഇരു മുന്നണികളും തമ്മിലുള്ള വോട്ടുകളിലുള്ള വ്യത്യാസം. 2 മുന്നണികളും തമ്മിൽ വോട്ടിൽ ഈ 1% വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇതനുസരിച്ച് BJP ചില മാറ്റങ്ങൾ വരുത്തി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു. ആ പ്രചരണത്തിന് ഫലം കാണുന്നു. 288 അംഗ നിയമസഭയിൽ 225 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഏതായാലും 208 സീറ്റുകളിൽ വിജയം നേടും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും വലിയ വിജയം തന്നെയാണ്. പ്രതിപക്ഷ നിരയെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വിജയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആദ്യത്തെ 3 പാർട്ടികളും ഭരണപക്ഷത്തുള്ളതാണ്. 124 സീറ്റ് BJPക്ക്, 56 സീറ്റ് ശിവസേന ഷിൻഡെ വിഭാഗം, NCPക്ക് 39 സീറ്റ്. NCP ശരത് പവാർ വിഭാഗത്തിന് 12 സീറ്റ്, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 18 സീറ്റ്, കോൺഗ്രസിന് വെറും 22 സീറ്റുകൾ മാത്രമാണ് മഹാരാഷ്ട്രയിൽ ലഭിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ചിത്രം ഇങ്ങനെ എന്നിരിക്കെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന വിഷയം, മുഖ്യമന്ത്രിയായി ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് ഏക്നാഥ് ഷിൻഡെ തന്നെ തുടരുമോ, അതോ ഏറ്റവും വലിയ ഒറ്റകക്ഷി യുടെ നേതാവ് എന്ന നിലയിൽ BJPയുടെ ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രി ആവുമോ എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും വലിയ സാധ്യത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ളതും BJPക്ക് തന്നെയാണ്, ദേവേന്ദ്ര ഫട്നവിസിന് തന്നെയാണ്. ദേവേന്ദ്ര ഫട്നവിസ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി BJPക്ക് വേണ്ടി വലിയ വിജയങ്ങൾ മഹാരാഷ്ട്രയിൽ നേടുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ BJPക്ക് വേണ്ടി ഈ ദേവേന്ദ്ര ഫട്നവിസിന്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. മാത്രമല്ല, പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കുന്ന ഒരു നേതാവാണ്. ഈ വിജയത്തിന് ശേഷം അമിത്ഷാ നേരിട്ട് ദേവേന്ദ്ര ഫട്നവിസിനെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ദേവേന്ദ്ര ഫട്നവിസ്. പക്ഷേ എന്താകും സഖ്യത്തിൻ്റെ തീരുമാനം എന്ന് ഇപ്പോൾ പറയുക പ്രയാസമാണ്. ഒരുപക്ഷെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കുന്നത് കാരണം ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ തന്നെ മുഖ്യമന്ത്രിയുമായി തുടരാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താൻ പാർട്ടി തയ്യാറായേക്കില്ല എന്നും സൂചനയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.